നമുക്കിപ്പോൾ വാഴ കൃഷി ഉണ്ടെങ്കിൽ ഇപ്പം വാഴ കഴിഞ്ഞിട്ട് വാഴ വെട്ടിപ്പോകുമ്പോഴേക്കും അതിൻ്റെ തണ്ടെടുത്ത് നമ്മൾ പശുവിന് കൊടുക്കുന്നു. പിന്നെ പശുവിൻ്റെ ചാണകം മൂത്രം അതൊക്കെ നമ്മൾ ചെടിക്ക് നനയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും മൾട്ടി ക്രോപ്പിങ്ങിലാണ് നമ്മൾ ഈ രീതി ഇവിടെ അവലംബിച്ച് പോകുന്നത്. 1500 അടി ഉയരത്തിലാണ് മാത്തുക്കുട്ടിയുടെ കൃഷിയിടം. അതുകൊണ്ട് തന്നെ ജലലഭ്യതയും പ്രശ്നമാണ്. ഇത് പരിഹരിക്കുന്നതിനായി 1.5 കിലോമീറ്റർ താഴത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്ത് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കുളത്തിലെത്തിക്കും. വെള്ളം പരിമിതമായി ഉപയോഗിക്കാനായി പച്ചക്കറികൾക്കെല്ലാം തുള്ളി നന സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നു. നട്ടതിന് ശേഷമുള്ള വളപ്രയോഗവും ഈ വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ സമ്പ്രദായത്തിലൂടെ ചെയ്യുന്നു. അതുകൊണ്ട് സമയലാഭവും ജലം ലാഭിക്കാനും സാധിക്കുന്നു എന്നാണ് മാത്തുക്കുട്ടി പറയുന്നത്. 1200 സ്ക്വയർ ഫീറ്റിൽ മഴമറ നിർമ്മിച്ച് അതിൽ 2 സ്റ്റേജുകളിലായി പച്ചമുളക് കൃഷി ചെയ്തിരിക്കുന്നു. നാടൻ പച്ചമുളകാണ്. മൾച്ചിംഗ് ഷീറ്റിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 400 ചുവട് പച്ചമുളക് ഇപ്പോൾ വിളവെടുക്കുന്നുണ്ട്. 3 ദിവസം കൂടുമ്പോൾ വിളവെടുക്കും. ഒരു പ്രാവശ്യം 20 മുതൽ 25 കിലോ വരെ മുളക് ലഭിക്കും. കൃഷിഭവന്റെ ഓർഗാനിക് ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് വിപണനം നടത്തുന്നത്. 1 കിലോ മുളകിന് 40 രൂപ വിലയും ലഭിക്കും. ഒരു യുവ കർഷകനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അദ്ദേഹം MBA, അതായത് മാസ്റ്റർ ബിരുദം നേടിയ അദ്ദേഹം മുന്തിയ വേതനത്തിലൂടെ ജോലി ചെയ്ത അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ കൃഷി സമ്പത്ത് നിലനിർത്താനായിട്ട് അദ്ദേഹം കൃഷിയിടങ്ങളിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ജൈവികമായിട്ടുള്ള കൃഷി രീതികൾ അവലംബിച്ച കൃഷികളാണ് അദ്ദേഹം പാലിച്ചു പോരുന്നത്. അപ്പം നടുന്നത് മുതൽ വിപണി വരെ എത്തുന്ന ജൈവികമായിട്ടുള്ള കൃഷിമുറകൾ, അതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ഞങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ പഞ്ചായത്തും ചേർന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും വിവിധ പരിശീലന പരിപാടികൾ, അതോടൊപ്പം തന്നെ ചർച്ചാ ക്ലാസ്സുകൾ ഒക്കെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന് പച്ചക്കറി കൃഷിയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പച്ചക്കറി കൃഷിയിൽ റെയിൻ ഷെൽട്ടർ, അതായത് മഴമറയും അതിനൊപ്പം തന്നെ മൈക്രോ ഇറിഗേഷൻ ടെക്നിക്ക്, ഡ്രിപ്പ് ഇറിഗേഷൻ വഴി തുള്ളി നന വഴി ജലസേചനം നൽകുന്നതിന് അദ്ദേഹത്തിന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ലൊരു സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. 1 ഏക്കറോളം സ്ഥലത്ത് ഏത്തവാഴ കൃഷി ചെയ്തിരിക്കുന്നു. രണ്ട് സമയത്ത് വിളവെടുക്കുന്ന രീതിയിൽ നട്ടതാണ്. ഇത് 3 മാസമേ ആയിട്ടുള്ളൂ. ടിഷ്യൂ കൾച്ചർ വാഴയും നിലമ്പൂരും ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കുമ്മായമിട്ട് തടം കോരി അതിലേക്ക് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇട്ട് നട്ടതാണ്. മാർച്ചിലേക്ക് വിളവെടുക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ജനുവരി മുതൽ ഈ വാഴയ്ക്ക് നന ആവശ്യമായി വരും. അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ കീടനാശിനികൾ ഒന്നും പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല. കുല വന്നു കഴിഞ്ഞാൽ 2 മാസം കൂടി വിളവെടുപ്പിന് വേണ്ടിവരും. ടിഷ്യൂ കൾച്ചർ വാഴയായതുകൊണ്ട് ഒരു കുല 40 കിലോയിൽ കുറയുകയില്ല എന്നാണ് മാത്തുക്കുട്ടി പറയുന്നത്.
ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷമാണ് അദ്ദേഹം ഒരു കൃഷി ഫീൽഡിൽ വന്നതായിട്ട് അറിയുന്നതും. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇവിടെ വരികയും കാണുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ വർഷത്തെ പഞ്ചായത്തിൻ്റെ തലത്തിൽ യുവ കർഷകനുള്ള അവാർഡ് നേടുകയും അതുപോലെ ഈ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ കൃഷിയിൽ നിന്ന് യുവാക്കൾ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര നല്ല രീതിയിൽ കൃഷി നടപ്പാക്കിക്കൊണ്ട് വരുന്ന ഈ മാത്തുക്കുട്ടിയെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൃഷിയെക്കുറിച്ച് ഇത്രയേറെ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തിയപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും പഞ്ചായത്തിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും നല്ലൊരു കർഷകനായിട്ട് ഇനിയും വളരട്ടെ എന്നും ആശംസിക്കുന്നു. ചേന 300 ചുവട് നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നു. മറ്റു വിളകളെപ്പോലെ ചേനയ്ക്ക് കൂടുതൽ പരിചരണം ആവശ്യമായി വരാറില്ല. മുളയനുസരിച്ച് വിത്ത് ചേന മുറിച്ച് ചാണകത്തിൽ മുക്കി ഉണക്കി ചെറിയ തടമെടുത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ടാണ് സാധാരണയായി നടുന്നത്. പിന്നീട് വളപ്രയോഗം ആവശ്യമായി വരാറില്ല. 6 മാസം കൊണ്ട് വിളവെടുപ്പും സാധ്യമാകും. $150 ചുവട് വെട്ടുചേമ്പും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ചേമ്പും ചേന പോലെ തന്നെ. നടുമ്പോൾ നല്ല രീതിയിൽ ഒരു വളപ്രയോഗം മാത്രമാണ് ആവശ്യം. 7-8 മാസം കൊണ്ട് ചേമ്പ് വിളവെടുക്കാൻ സാധിക്കും. കപ്പയ്ക്കും ഇവിടെ കുറച്ച് സ്ഥലം മാറ്റിവെച്ചിരിക്കുന്നു. തനി നാടൻ ഇനമായ കോട്ടയം ചുള്ളിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 3-4 മുട്ട് നീളത്തിൽ കപ്പത്തണ്ട് മുറിച്ച് ചാണകപ്പൊടി, ചാരം, എല്ലുപൊടി ഇവയിട്ട് തിരഞ്ഞുകൂട്ടും. പിന്നീട് കപ്പയ്ക്കും വലിയ വളപ്രയോഗം നടത്താറില്ല. കള കൂടുതൽ ചുവട്ടിൽ വളർന്നാൽ അത് പറിച്ചു കളഞ്ഞ് സ്ലറി ഒഴിച്ചുകൊടുക്കും. ഇതിപ്പോൾ 4 മാസമായ കപ്പയാണ്. 5 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ സാധിക്കും. മാത്തുക്കുട്ടിയെ സംബന്ധിച്ചോളം യുവ കർഷകൻ ആണ്. ഈ വർഷത്തെ മറിയാട്ടുപള്ളിയിലെ യുവ കർഷകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് മാത്തുക്കുട്ടിക്കാണ്. അതുപോലെ അഭ്യസ്ത വിദ്യനായ ഒരു യുവാവാണ് മാത്തുക്കുട്ടി. അപ്പോൾ നല്ലൊരു ജോലി ഉപേക്ഷിച്ച് തന്നെയാണ് കൃഷിയോടുള്ള താല്പര്യം മൂലം പുള്ളി ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ മറിയാട്ടുപള്ളിയിലെ യുവജനങ്ങൾക്ക് തന്നെ അതൊരു വലിയ മാതൃകയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്കും വളരെ താല്പര്യമാണ് ഞങ്ങൾ തോന്നുന്നത്. ഈ കൃഷിത്തോട്ടവും ഇതിൻ്റെ പരിസരങ്ങളും എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വളരെ താല്പര്യം തോന്നി. പുള്ളിയുടെ കൃഷി രീതി അത് മറ്റുള്ളവർക്കൊരു മാതൃകയാകണം. ഇപ്പം നമുക്ക് കേരളത്തിലെ തന്നെ ജനങ്ങൾക്ക് ഒരു മാതൃകയാകുന്ന രീതിയിൽ ഇത് പുറത്തേക്ക് അറിയണം എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരഭിപ്രായമുണ്ട്. 100-ൽ കൂടുതൽ ജാതി മരങ്ങൾ ഇപ്പോൾ ഇവിടെ കാച്ചു തുടങ്ങി. 6 വർഷം മുമ്പ് ബഡ് തൈകൾ വാങ്ങി നട്ടതാണ്. ഇടവിളയായിട്ടാണ് ജാതി കൃഷി ചെയ്തിരിക്കുന്നത്. ജാതിക്ക് വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് സ്പ്രിംഗ്ലർ ഓരോ ജാതി തൈയിലും തടിയിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നു. നനയ്ക്കുമ്പോൾ തണ്ടിൽ കൂടി ഒഴുകി വെള്ളം ചുവട്ടിൽ എത്തുന്ന രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നടുമ്പോൾ ചാണകപ്പൊടിയിട്ട് നടും. എല്ലാ വർഷവും ഓരോ വളപ്രയോഗം നടത്തണം. ജാതിക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ്. 7-ാം വർഷം മുതൽ നല്ലതുപോലെ വിളവ് ലഭിച്ചു തുടങ്ങും. വെള്ളവും വളവും കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നാൽ 50-60 വർഷം വരെ നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും. 200 ചുവട് റെഡ് ലേഡി പപ്പായയും കൃഷി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 3 മാസമായി. ഇതും കാച്ചു തുടങ്ങി. 1.5 വർഷം വരെ പപ്പായയിൽ നിന്ന് വിളവ് ലഭിക്കും. പഴുത്തു കഴിഞ്ഞാൽ റെഡ് ലേഡി ഒരാഴ്ച വരെ ചീഞ്ഞു പോകാതിരിക്കും എന്നുള്ളത് വിപണനത്തിന് വലിയ അനുഗ്രഹമാണ്.
മാത്തുക്കുട്ടി വളരെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ വർക്ക് ചെയ്തിട്ട് കൂടുതൽ ലോകം കണ്ട അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മാർക്കറ്റിംഗ് കാര്യങ്ങളറിയാം, അറിവ് നേടുന്നതിൽ എപ്പോഴും താല്പര്യമുള്ള ആളാണ്. നമുക്കറിയാം, ഏതൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ സമൂഹമാണെങ്കിലും സംഘടനകളാണെങ്കിലും എന്താണെങ്കിലും എന്തുമാത്രം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു, വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നു, വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ആ വ്യക്തിയിലും സമൂഹത്തിലും സംഘടനയിലും അല്ലെങ്കിൽ അവൻ ഉൾപ്പെട്ട ആ മേഖലയിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രസക്തമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, എല്ലാ മേഖലകളിലും വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. മണ്ണെടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഘടനയും അതിൻ്റെ ഫെർട്ടിലിറ്റിയും അതുപോലെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതനുസരിച്ച് എല്ലാ മേഖലകളിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പണ്ട് നമ്മളുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളയാൾ അല്ലെങ്കിൽ വീട്ടിൽ പഠിക്കാത്തയാൾ കൃഷി ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു നമ്മുടെ സമീപനം. എന്നാൽ ഇന്നത് അങ്ങനെയല്ല വേണ്ടത്. വളരെയധികം പഠനം ആവശ്യമുള്ള, ക്രിയാത്മകമായിട്ടുള്ള സമീപനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. എല്ലാ മേഖലകളെക്കുറിച്ചും പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് കൃഷി വിത്ത് ഇടുന്നത് മുതൽ അല്ലെങ്കിൽ വിത്ത് സംഭരിക്കുന്നത് മുതൽ അതിൻ്റെ മാർക്കറ്റിംഗ് വരെ എല്ലാ മേഖലകളിലും വളരെ ആഴത്തിലുള്ള പഠനം ആവശ്യമുള്ള മേഖലയാണ്. അപ്പോൾ നമുക്ക് കർഷകർ ഈ അവസരത്തിൽ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴാണ് മാത്തുക്കുട്ടിയും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പിതാവ് ഉൾപ്പെടെ ഉള്ള എല്ലാവരും കർഷകർക്ക് തന്നെ മാതൃകയാവുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോൾട്രി ഫാം എടുത്തു കഴിഞ്ഞാൽ അവർ നടത്തുന്ന ആ വാല്യൂ അഡീഷൻ, ആ ഉൽപ്പന്നങ്ങളുടെ ആ മൂല്യവർധന ഇപ്പോൾ എല്ലാ കർഷകർക്കും പിന്തുടരാവുന്ന ഒരു മേഖലയാണത്. മുട്ടക്കോഴിയെയും ഇവിടെ വളർത്തുന്നു. 60 മുട്ടക്കോഴികളാണ് ഈ കൂട്ടിൽ ഇപ്പോൾ ഉള്ളത്. ശാസ്ത്രീയമായ കൂടും ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കറും ഒക്കെ ഘടിപ്പിച്ചിരിക്കുന്നു. കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ മുട്ട ഒരു വശത്തേക്ക് ഉരുണ്ട് വരുന്ന രീതിയിലാണ് കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. BV 380 ഇനം ഹൈബ്രിഡ് കോഴികളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മലയൻ ഡ്വാർഫ് ഇനത്തിൽപ്പെട്ട 100 തെങ്ങിൻ തൈകളും ഇവിടെ 2 വർഷമായി കായ്ച്ചു തുടങ്ങി. സാമാന്യം നല്ല വിളവും ലഭിക്കുന്നുണ്ട്. ഓണം ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്നത് കർഷകരെ സംബന്ധിച്ച് വിളവെടുപ്പ് കാലമായതുകൊണ്ടായിരിക്കണം. സമ്പൽ സമൃദ്ധിയുടെ ഈ സമയം ആഘോഷിക്കാനും അനുകൂലമാണ്. മാത്തുക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ ഓണം ഉത്സവമാക്കി മാറ്റാറുണ്ടെന്നാണ് പറയുന്നത്. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലും സന്തോഷം പങ്കുവയ്ക്കലുമെല്ലാം ഈ ഒരു ഓണ ദിവസമെങ്കിലും നടക്കട്ടെ എന്ന് കരുതിയായിരിക്കും. ജോലിയുള്ളവർക്കായാലും സ്കൂളുകളായാലും അവധി കൂടിയാകുമ്പോൾ കുടുംബത്തോടെ ഒത്തുചേരാനുള്ള അവസരവും ഒരുങ്ങുകയാണ്. ഈ ഒത്തുചേരലിൽ പൂക്കളമിടുകയും തിരുവാതിരക്കളിയും ഓണസദ്യയും ഒക്കെയായി വിപുലമായ പരിപാടികളോടെയാണ് മാത്തുക്കുട്ടിയും കുടുംബവും ഓണം ആഘോഷിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദേശീയ ഉത്സവമായി മാറിയ തിരുവോണം ഏത് രീതിയിലായാലും പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ ആഘോഷം അടിച്ചു പൊളിക്കണമെന്നാണ് യുവ കർഷകൻ കൂടിയായ മാത്തുക്കുട്ടിയുടെ അഭിപ്രായം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൂക്ഷ്മ ജലസേചനത്തിന് പദ്ധതി. വിഷവിമുക്ത പച്ചക്കറികൾ ഇനി ഓൺലൈൻ വഴിയും. വളർച്ചാ ത്വരിതകമായി എഗ് അമിനോ ആസിഡ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന കർഷകർക്കായി ആധുനിക രീതിയിൽ ജലം ഒട്ടും പാഴാകാതെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഡ്രിപ്പ് സ്പ്രിംഗ്ലർ രീതിയിലുള്ള ജലസേചനത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കുന്നു. സെമി പെർമനന്റ് പോർട്ടബിൾ സ്പ്രിംഗ്ലർ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള നൂതന സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങളാണ് ഈ പദ്ധതിയിൽ ഒരുക്കിയിരിക്കുന്നത്. വിളകൾക്ക് അനുസൃതമായും ഇടയകലത്തിനനുസരിച്ചുമാണ് ഏത് പദ്ധതി വേണമെന്ന് തീരുമാനിക്കുന്നത്. ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി കർഷകർ അടുത്തുള്ള കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചതും വെള്ളായണി കാർഷിക കോളേജിൽ ഗവേഷകർ ഉണ്ടാക്കിയ പ്രത്യേക ലായനിയിൽ മുക്കി വിഷവിമുക്തമാക്കിയതുമായ പച്ചക്കറി കിറ്റുമായി ഓണത്തെ വരവേൽക്കാൻ തുമ്പി.in എന്ന കൃഷി സൗഹൃദ വെബ് പോർട്ടലുമായി യുവസംഘം രംഗത്ത്. സംസ്ഥാന സർക്കാർ സംരംഭമായ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് ഓൺലൈൻ വഴിയുള്ള പച്ചക്കറി വിതരണ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 999 52 00 690 952 66 93355 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെടികളിൽ വളർച്ചാ ത്വരിതകമായി എഗ് അമിനോ ആസിഡ്. 1 ലിറ്റർ നാരങ്ങാ നീരിൽ 15 കോഴിമുട്ട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ 21 ദിവസം അടച്ചു സൂക്ഷിക്കുക. മുട്ടത്തോടുൾപ്പെടെ 21 ദിവസമാകുമ്പോൾ നാരങ്ങാ നീരിൽ ലയിച്ചു ചേരും. അതിനുശേഷം ഇത് യോജിപ്പിച്ചെടുക്കണം. ഇതിൽ 1 കിലോ ശർക്കര ഉരുക്കിയതും ചേർക്കുക. ഇവ നന്നായി യോജിപ്പിച്ച് കുപ്പികളിൽ അടച്ച് 6 മാസം വരെ സൂക്ഷിക്കാം. 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ പച്ചക്കറി വിളകളിൽ തളിച്ചു കൊടുക്കാം. കൂടുതൽ പുഷ്ടിയും കായ്ഫലവും ലഭിക്കും. 10 ദിവസം ഇടവിട്ട് എഗ് അമിനോ ആസിഡ് തളിക്കാവുന്നതാണ്. ചെടികളുടെ വേരിൽ വിളകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ബന്ധം സ്ഥാപിച്ച് വളരുന്ന ഒരു ജീവാണു കുമിളാണ് വാം അഥവാ വെസിക്കുലർ അർബസ്കുലർ മൈക്രോറൈസ. വിത്ത് നടുന്നതിനു മുമ്പോ തൈകൾ നടുന്നതിനു മുമ്പോ കുഴിയിൽ വാം ഇട്ടുകൊടുക്കാവുന്നതാണ്. ഒരു തൈക്ക് അല്ലെങ്കിൽ വിത്തിന് 5 ഗ്രാം വാം മതിയാകും. വേരുപടലത്തിന് വ്യാപ്തിയും വിസ്തൃതിയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും. മാത്രമല്ല ഇതുമൂലം കൂടുതൽ ജലവും മൂലകങ്ങളും ആഗിരണം ചെയ്യുന്നതിന് വിളകൾക്ക് സാധ്യമാകും. രോഗപ്രതിരോധ ശേഷി, കൂടുതൽ മൂലകം ആഗിരണം ചെയ്യാനുള്ള കഴിവ്, ജലദൗർലഭ്യത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള ശേഷി എന്നിവ വാം ഉപയോഗിക്കുന്നത് മൂലം കൈവരുന്നു. ജൈവ കൃഷിയിൽ നന്നായി വാം പ്രയോജനപ്പെടുത്താം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ മിതമായ നിരക്കിൽ വാം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കായി വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ള കർഷകർ വട്ടിയൂർക്കാവ് കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471 2 367 622. തിരുവനന്തപുരം നഗരസഭ വഴി 2015-16 വർഷത്തിലെ ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള ആനുകൂല്യം കൈപ്പറ്റാത്ത എല്ലാ കർഷകർക്കും സ്പിൽ ഓവർ പദ്ധതി വഴി ആനുകൂല്യം നൽകുന്നു. തെങ്ങ്, വാഴ, ഗ്രോ ബാഗ്, ഇടത്തര പച്ചക്കറി കൃഷികൾ, ഗ്രോ ബാഗ് പദ്ധതി തുടങ്ങിയവയാണ് ഇപ്പോൾ ആനുകൂല്യം നൽകുന്നത്. ആവശ്യമുള്ള കർഷകർ ഉടൻ തന്നെ തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്ത് അതത് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നേമം, വിഴിഞ്ഞം, വട്ടിയൂർക്കാവ്, ഉള്ളൂർ, ആറ്റിപ്ര, കഴക്കൂട്ടം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം, ശ്രീകാര്യം, തിരുവല്ലം എന്നീ പ്രദേശത്തുള്ള കർഷകർക്കാണ് ഇതുമൂലം ആനുകൂല്യം ലഭിക്കുക. അപേക്ഷ നൽകേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ സെപ്റ്റംബർ 26 നടത്തുന്ന കൂൺ കൃഷി പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. ഫീസ് 500 രൂപ. 8086 39281. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ 2016 സെപ്റ്റംബർ 26 മുതൽ 29 വരെ പുതിയ ആട് ഫാം സംരംഭകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മിനിമം 15 പേരെയാണ് ഈ ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തുക. പരിശീലന ഫീസ് ഈടാക്കിക്കൊണ്ടാണ് നൽകുന്നത്. പരിശീലന ഫീസിൽ താമസം, ഭക്ഷണം, ക്ലാസുകൾ, പഠന സാമഗ്രികൾ, പഠനയാത്ര എന്നിവ ഉൾപ്പെടുന്നു. 4 ദിവസം ദൈർഘ്യമുള്ള ആടുവളർത്തൽ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ
മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിലാസം: പ്രിൻസിപ്പാൾ IC KCMMF ലിമിറ്റഡ്, മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680631. ഫോൺ നമ്പർ 0487 2695 869. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 8800 രൂപ, കോഴിക്കോട് 9800 രൂപ, തൃശൂർ 8800 രൂപ. കൊപ്ര കൊച്ചി 6010 രൂപ, കോഴിക്കോട് 5900 രൂപ, തൃശൂർ 6120 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69700 രൂപ, ഗാബിൾഡ് 72700 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10000 രൂപ, ഈറോഡ് 9800 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10900 രൂപ, RSS 4ാം ഗ്രേഡ് 12100 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10900 രൂപ, RSS 4ാം ഗ്രേഡ് 12150 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ: വെളിച്ചെണ്ണ ക്വിന്റലിന് 8800 രൂപ, കൊപ്ര 6010 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, റോട്ടറി 2200 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69700 രൂപ, ഗാബിൾഡ് 72700 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 11500 രൂപ. അടയ്ക്ക പുതിയത് 17000 രൂപ മുതൽ 18000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 210 രൂപ മുതൽ 250 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425 രൂപ മുതൽ 465 രൂപ വരെ. ജാതിപത്രി 600 രൂപ മുതൽ 950 രൂപ വരെ. ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10900 രൂപ, RSS 4ാം ഗ്രേഡ് 12100 രൂപ. ഒട്ടുപാൽ 7000 രൂപ, ലാറ്റക്സ് 6900 രൂപ. കമ്പോളവലോകനം. വിളവെടുപ്പ് ഊർജിതമായതോടെ ഉൽപാദന മേഖലകളിൽ നിന്ന് കനത്ത തോതിൽ ഇഞ്ചി വിപണികളിലെത്തി. വിൽപ്പന സമ്മർദ്ദം വില തകർച്ചയ്ക്ക് ഇടയാക്കി. പച്ച ഇഞ്ചിയുടെ ലഭ്യത ഉയർന്നെങ്കിലും കയറ്റുമതിക്കാരുടെ സാന്നിധ്യം ചുക്ക് വിപണിക്ക് താങ്ങായി. കുരുമുളകിന് ആവശ്യം ചുരുങ്ങിയത് വിലയെ ചെറിയ അളവിൽ ബാധിച്ചു. ഹൈറേഞ്ചിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും കാര്യമായ മുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങിയില്ല. ലഭ്യത ചുരുങ്ങിയതിനാൽ നിരക്ക് മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. ലേലകേന്ദ്രങ്ങളിൽ നിന്നുള്ള പുതിയ ഏലക്കയുടെ വരവ് ഉയർന്നു. ശാന്തൻപാറയിൽ ഇന്ന് 37 ടൺ ഏലക്ക കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 1278 രൂപ. ഓണത്തിന് മുന്നോടിയായുള്ള വിൽപ്പന കഴിഞ്ഞതോടെ റബ്ബർ മാർക്കറ്റിൽ ചെറിയ ഉണർവ് കണ്ടു തുടങ്ങി. വരവ് ചുരുങ്ങിയതിനാൽ വ്യവസായികൾ ഷീറ്റിൽ താൽപര്യം കാണിക്കാൻ ഇടയുണ്ട്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5. കോഴിക്കോട് 32.8, 23. കൊച്ചി 31.2, 23.6. ആലപ്പുഴ 32.6, 23.6. പുനലൂർ 33.2, 22.6. തിരുവനന്തപുരം 31.3, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.